നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കുടിവെള്ള ഫാക്ടറി തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ഹില്ലി അക്വയുടെ നവീകരിച്ച കവാടത്തിന്റെയും പുതിയതായി ഉൽപാദനം ആരംഭിക്കുന്ന 20 ലിറ്റർ 5 ലിറ്റർ ജാറുകളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. വിവരശേഖരണമല്ല, പട്ടയ നടപടികളാണ് വേണ്ടതെന്ന് അഖില തിരുവിതാംകൂർ മല അരയം മഹാസഭ മൂലമറ്റത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 2024 തൊടുപുഴ മുനിസിപ്പൽ തല ഉദ്ഘാടനം നടത്തി. ആശുപത്രി ജീവനക്കാരും ആശാപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പട്ടിണിക്കഞ്ഞി പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കുപ്പിവെള്ള ഫാക്ടറി തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ഹില്ലി അക്വയുടെ നവീകരിച്ച കവാടത്തിന്റെയും പുതിയതായി ഉൽപാദനം ആരംഭിക്കുന്ന 20 ലിറ്റർ 5 ലിറ്റർ ജാറുകളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ കുപ്പിവെള്ള ബ്രാൻഡായ ഹില്ലി അക്വയുടെ വിതരണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. മറ്റു സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പരമാവധി വിൽപ്പന വില ഈടാക്കി വിതരണം നടത്താനാണ് തീരുമാനം. ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഹില്ലി അക്വ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ഉടൻ ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഹില്ലി അക്വ 5 ലിറ്ററിന്റെയും 20 ലിറ്ററിന്റെയും ജാറുകളിൽ തൊടുപുഴയിലെ പ്ലാന്റിൽ നിന്ന് ലഭ്യമാക്കാനുള്ള നടപടികളും നവീകരിച്ച ഫാക്ടറി ഔട്ട്ലെറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുപ്പിവെള്ളം ജനങ്ങൾക്ക് ആവശ്യമായി ലഭ്യമാക്കി കൊടുക്കുന്നതിന് ഇവിടെ 1/2 ലിറ്ററും 1 ലിറ്ററും 2 ലിറ്ററിൻ്റെയുമാണ് ഉൽപ്പാദനം നിലവിലുണ്ടായിരുന്നത്. ആ ഡിമാൻഡ് അനുസരിച്ച് 20 ലിറ്ററിൻ്റെയും കൂടി പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതോടുകൂടി കുറച്ചേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഹില്ലി അക്വയുടെ വിറ്റുവരവ് 3.5 കോടി രൂപയായിരുന്നു. ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് 8.5 കോടി രൂപയാണ്. ഇതിനോടകമായി തന്നെ 7.5 കോടിക്ക് മുകളിൽ വിറ്റുവരവ് വന്നു കഴിഞ്ഞു. അതോടൊപ്പം പ്രധാനപ്പെട്ടൊരു കാര്യം, ശരാശരി മാസം 50 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മാസം 1 കോടി രൂപയുടെ ശരാശരി വീതമാക്കാൻ സാധിച്ചു. ശരാശരി അതിൻ്റെ വരവ് വർദ്ധിച്ചു കൊണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായൊരു കാര്യമായി സൂചിപ്പിക്കുന്നു. മാത്രമല്ല, കുപ്പിവെള്ളം മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ഇതിനെ മാറ്റുക എന്നതിനപ്പുറത്തോട്ട് ശീതളപാനീയങ്ങൾ, സോഡ, അവയുടെ ഉൽപ്പാദനവും കൂടി ഇതിൻ്റെ ഭാഗമാക്കി രൂപപ്പെടുത്തുന്നതിന് ഗവൺമെൻറ് അംഗീകാരം ഇതിനോടകമായി തന്നെ നൽകിയിട്ടുണ്ട്.
വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ ഹില്ലി അക്വായുടെ സോഡയും ശീതളപാനീയങ്ങളും ഉൾപ്പെടെയുള്ളവ വിപണിയിലെത്തിക്കാൻ കഴിയും. കുടിവെള്ള ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ പ്ലാന്റിൽ അധികമായി ഒരു പ്രൊഡക്ഷൻ ലൈൻ കൂടി സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു. KIIDC CEO S തിലകൻ, ഹില്ലി അക്വ ജനറൽ മാനേജർ V സജി, പ്ലാന്റ് മാനേജർ ജൂബിൾ മാത്യു, ജിമ്മി മറ്റത്തിപ്പാറ, UR പ്രമോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുട്ടം. കലൂർ ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. കലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 70ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സന്തോഷ് VM അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നീതു ഫ്രാൻസിസ് അനന്യ അനിലിനെ ആദരിച്ചു. തുടർന്ന് എൻഡോമെന്റും പ്രൊഫഷൻസി പ്രൈസും വിതരണം ചെയ്തു. ഈ വർഷം സ്ഥാനമൊഴിയുന്ന PTA കമ്മിറ്റി അംഗങ്ങളെയും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ലിൻസി P ജെയിംസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജി ചെമ്പകശ്ശേരി, ശരത് ബാബു, ഉഷ രാജശേഖരൻ, ഷെമിന നാസർ, അലി PM എന്നിവരും പങ്കെടുത്തു. സീനിയർ അസിസ്റ്റന്റ് CK ജോസഫ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദീപ S കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വിവരശേഖരണമല്ല, പട്ടയ നടപടികളാണ് വേണ്ടതെന്ന് അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭ മൂലമറ്റത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനിയും പട്ടയം ലഭിക്കാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ആരംഭിച്ച നടപടികൾ പട്ടയം നൽകുന്നത് വൈകിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതാനും ദിവസം മുമ്പ് നടന്ന പട്ടയമേള പ്രഹസനമായിരുന്നെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പട്ടയം നൽകുന്നത് വൈകിപ്പിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭ ഇത് പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇപ്പോൾ നടക്കുന്ന വിവരശേഖരണം മലയോര ജനതയെ ഇനിയും പട്ടയ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണോ വീണ്ടും പഴയ നടപടികൾ അട്ടിമറിക്കുന്നതിനാണോ എന്ന് പരിശോധിക്കണം. ഏതാനും ദിവസം മുമ്പ് നടന്ന പട്ടയമേള പ്രഹസനമായിരുന്നെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ഈ ജനവാസ മേഖലയെ വന മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാറുള്ളവരാണ്. രണ്ടാമത്തെ കാര്യം, പെൻഡിങ്ങിലുള്ള അപേക്ഷകൾ പ്രയോറിറ്റി കൊടുത്ത് അതിന് പട്ടയം. മൂന്നാമത്തെ കാര്യം, സർവേ നടപടികൾ സ്പീഡാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോളിസി ജുഡീഷ്യറി സ്ഥാപനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ പുറപ്പെടുവിച്ച ഉത്തരവ് ജില്ലാ ഭരണകൂടവും അവരുടെ ഏജൻസികൾ നടപ്പിലാക്കുന്നതിനുള്ള മുൻഗണന. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും സംസാരിച്ചു. മൂലമറ്റം പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അഖില തിരുവിതാംകൂർ മലയാരയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് KB ശങ്കരൻ, ജനറൽ സെക്രട്ടറി VP ബാബു, വൈസ് പ്രസിഡന്റ് VP ജയൻ, ജോയിന്റ് സെക്രട്ടറി MI വിജയൻ, മേഖലാ ചെയർമാൻ PK രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിനുള്ളിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്നും കലാലയ ക്യാമ്പസിനുള്ളിലെ നരഹത്യയും കൊലപാതക രാഷ്ട്രീയവും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ ജാഥ നടത്തി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനം നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ഔസേപ്പച്ചൻ പഴയിടം, മായ ബാബു എന്നിവർ പ്രസംഗിച്ചു. അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്, അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്. കലാലയങ്ങളിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക, കലാലയങ്ങളിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക, പഠിക്കാനുള്ള അവകാശം നിലനിർത്തുക. आमादी जिंदाबाद, आमादी जिंदाबाद, आमादी जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 2024
തൊടുപുഴ മുനിസിപ്പൽ തല ഉദ്ഘാടനം നടത്തി. ആശുപത്രി ജീവനക്കാരും ആശാപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ റംസീന, ഷർമിള, സജിത എന്നിവർ നേതൃത്വം നൽകി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 2024 തൊടുപുഴ മുനിസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ സംഘർഷമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആരോഗ്യ മേഖല എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്കാവുന്നത്. പഴയ കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രതിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വളരെ പെട്ടെന്ന് അസുഖങ്ങൾ പിടികൂടാനുള്ള സാധ്യത ഒന്നിനെയും പ്രതിരോധിക്കുവാനുള്ള ഒരു രീതിയും കുട്ടികളിലില്ല. മുതിർന്നവർക്കുള്ള കുട്ടികളെല്ലാം ആവർത്തിക്കുന്നു. മലയാളിയെ സംബന്ധിച്ച് ജീവിത ശൈലിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഭക്ഷണ രീതിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനമാണ്. വളരെ ഓരോ കാലഘട്ടത്തിലും നമുക്കറിയാം, ഓരോ 6 മാസവും അല്ലെങ്കിൽ 4 മാസവും PP യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി, അർബൻ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫഹ്മിദ PH, N ശ്രീലത എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ റംസീന, ഷർമിള, സജിത എന്നിവർ നേതൃത്വം കൊടുത്തു. ആശുപത്രി ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ ജില്ലാ ആശുപത്രി RMO ഡോക്ടർ പ്രീതി സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ച് പരാതികളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് മാമലക്കണ്ടം സ്വദേശി കുട്ടമ്പുഴ ടൗണിൽ നടത്തിവന്ന നിരാഹാര സമരം 5ാം ദിവസം അവസാനിപ്പിച്ചു. ജൂൺ 1 പട്ടയ നടപടികൾക്കായി സർവേ തുടങ്ങുമെന്നും മറ്റാവശ്യങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തെന്നും തഹസിൽദാർ ഉറപ്പ് നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ച പരാതികളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് മാമലക്കണ്ടം സ്വദേശി കുട്ടമ്പുഴ ടൗണിൽ നടത്തിവന്ന നിരാഹാര സമരം 5ാം ദിവസം അവസാനിപ്പിച്ചു. മാമലക്കണ്ടം സ്വദേശി കാക്കനാട്ട് ബെന്നി ജോസഫാണ് അനിശ്ചിതകാല നിരാഹാര സമരം കുട്ടമ്പുഴ പഞ്ചായത്ത് പടിക്കൽ നടത്തിവന്നത്. കോതമംഗലം തഹസിൽദാർ AN ഗോപകുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. മാമലക്കണ്ടം കുട്ടമ്പുഴ റോഡ് ലോക്കുകട്ട വിരിച്ച് വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കുക, കോതമംഗലം താലൂക്കിലെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക, ആനക്കയം, ബ്ലാവന, മണികണ്ഠൻചാൽ, ഇഞ്ചത്തൊട്ടി പുഴകളിൽ പാലം നിർമ്മിക്കുക, കുട്ടമ്പുഴ ഫാമിലി ഹെൽത്ത് സെന്ററിൽ 24 മണിക്കൂറും കിടത്തി ചികിത്സ ആരംഭിക്കുക, മാമലക്കണ്ടം പ്രദേശത്തെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുക, 6ാം വാർഡിലെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുക, നാട്ടിലെ വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുക എന്നിങ്ങനെ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബെന്നി സമരം നടത്തിയത്. ജൂൺ 1 പട്ടയ നടപടികൾക്കായി സർവേ തുടങ്ങുമെന്നും മറ്റാവശ്യങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തെന്നും തഹസിൽദാർ ഉറപ്പ് നൽകിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പട്ടിണിക്കഞ്ഞി പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി CS ഷമീർ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി തടഞ്ഞുവെച്ച ഇടതു സർക്കാരിന്റെ നടപടികൾക്കെതിരെ കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പട്ടിണിക്കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. ജില്ലാ സെക്രട്ടറി CS ഷമീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി NI ബെന്നി നിർവഹിച്ചു. കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുതൽ കളക്ടറേറ്റുകൾ, താലൂക്ക് ഓഫീസുകളും എല്ലാം NGO അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ഞാനിപ്പോൾ വരുമ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്നു, കഴിഞ്ഞ മാസം 29-ാം തീയതി നിങ്ങൾക്ക് ശമ്പളം തന്നില്ലേ എന്ന് NGO യൂണിയൻകാർ ചോദിക്കുകയാണ്. 29-ന് കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്ത സർക്കാരിന് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവരാണ് NGO യൂണിയൻ. ചൈനയുടെ അതിർത്തിയിലേക്ക് അമേരിക്കയിൽ ഒരു പട്ടി ചെന്നാൽ കുരച്ചാൽ ചൈന ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന് NGOയുടെ പോകുന്നത്. ഞാനൊക്കെ എപ്പോഴും ഈ പൊതുപ്രവർത്തകരുമായി ടൗണിലുള്ളതുകൊണ്ട് ഇതൊക്കെ കാണും. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പറയുന്നില്ല. അതല്ല NGO അസോസിയേഷൻ. ഞാൻ ഓർക്കുന്നു, ഞങ്ങളെല്ലാം CPT തോമസ് ഇവിടെ MLA ആയിരിക്കുമ്പോൾ NGO അസോസിയേഷൻ നടത്തി സമരം നടത്തി. ഞങ്ങളെല്ലാം സമരത്തിന് ശ്രീ ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അന്ന് NGO യൂണിയൻകാരോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടും NGO അസോസിയേഷൻ കേരളത്തിലെ ജീവനക്കാരോടൊപ്പം നിന്ന് സമരം ചെയ്തപ്പോൾ അതിനെയൊക്കെ പിന്തുണച്ച ആളുകളാണ് ഞങ്ങളെല്ലാം. കാരണം ജീവനക്കാരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനയാണ് NGO അസോസിയേഷൻ. ക്ഷാമബത്ത നിഷേധിച്ചും ലീവ് സറണ്ടർ ആനുകൂല്യം തടഞ്ഞുവെച്ചും ജീവനക്കാരുടെ ഭവന പദ്ധതി നിർത്തലാക്കിയും ജീവനക്കാരെ വഞ്ചിച്ച ഇടത് സർക്കാരിന്റെ ശമ്പള നിഷേധം ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ ആരോപിച്ചു.
സംസ്ഥാന കമ്മിറ്റി അംഗം BB അജിതൻ, KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം KS ഹസൻകുട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി UM ഷാജി, നേതാക്കളായ ബിജു P, ബുഷ്ര TA, അനസ് പള്ളിവേട്ട, ദിലീപ് ജോസഫ്, ഫൈസൽ VS എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയ ആദരവോടുകൂടിയാണ് അവരെ കാണുന്നത്. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആ ഡോക്ടർമാരോടും നേഴ്സുമാരോടും പറയുമ്പോൾ അവർക്ക് അധികം അവരുടെ രോഗങ്ങൾ മാറി എന്നാണ് അവരോട് പറയുന്നത്. മെഡിസിനെ കഴിഞ്ഞും കൂടുതലായിട്ട് അവരുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ ഇനിയുള്ള രോഗങ്ങളിൽ നിന്ന് അവർ മുക്തി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ യോഗ ഔചാര്യമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാലു KH റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ നൌഷാദ്, അസീസ് ഇല്ലിക്കൽ, മോളി ബിജു, മെമ്പർമാരായ AK സുഭാഷ് കുമാർ, സുജാത ശിവൻ നായർ, ബിന്ദു ശ്രീകാന്ത്, താഹിറ അമീർ, സൂസി റോയ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോൺസൺ ജേക്കബ്, ആശാപ്രതിനിധി ലീല ശിവദാസൻ, പാലിയേറ്റീവ് നഴ്സ് റസിയ CM എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹ സമ്മാനവും നൽകി. നെയ്യാകത്താണുന്ന കുപ്പായം ഇട്ടിട്ട് ഭൗതിക നാരികൾ അല്പം ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. പുനർനിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വർഗീയതകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് മുൻകാലത്തെ നന്മകളിലേക്ക് തിരിഞ്ഞു നടക്കണമെന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. മഹല്ല പ്രസിഡന്റ് SM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ കൗസരി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. പുനർനിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വിശ്വാസികളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ മാർഗദർശനങ്ങളും നൽകുന്ന ആത്മീയ കേന്ദ്രങ്ങളാണ് പള്ളികളെന്ന് സാദിഖലി തങ്ങൾ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഇസ്ലാം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് വിളംബരം ചെയ്യുന്നത്. വിഭാഗീയതകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് മുൻകാലത്തെ നന്മകളിലേക്ക് തിരിഞ്ഞു നടക്കണമെന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. 5000 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇന്ത്യ ലോകത്തെ മറ്റൊരു രാജ്യത്തും അവകാശപ്പെടാൻ അത് സാധ്യമല്ല. ആ പാരമ്പര്യമുള്ള ഇന്ത്യയിൽ കാലമത്രയും നിലനിൽക്കുന്ന മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ആ മതങ്ങൾ നൽകുന്ന മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചുകൊണ്ട് ജീവിക്കണം. നമ്മൾ ഇസ്ലാമിക സമൂഹമാണ്. ഇസ്ലാമാകട്ടെ ഇസ്ലാം എന്ന് അള്ളാഹു നമുക്ക് പഠിച്ചു. ആ ഉറച്ച വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്നവരാണ് അള്ളാഹുവിന്റെ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം അത് പോരടിക്കുവാനുള്ള പ്രത്യയശാസ്ത്രമല്ല, ഏറ്റുമുട്ടാനുള്ള പ്രത്യയശാസ്ത്രമല്ല. ആ പ്രത്യയശാസ്ത്രം സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും പുലർത്തുവാനുള്ള പ്രത്യയശാസ്ത്രമാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയും അതാണ്. അവിടുത്തെ സ്വഭാവ സവിശേഷതകൾ തന്നെ ഉസ്വത്തുൻ ഹസന എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഉത്തമമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കാരം, അദ്ദേഹത്തിൻ്റെ പ്രകൃതം ഉത്തമമായിട്ടുള്ള പ്രകൃതമാണ്.
അദ്ദേഹത്തിന് മുമ്പിൽ വന്ന ഇതര മതസ്ഥരോട് സ്നേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത്. മഹല്ല പ്രസിഡന്റ് എസ് എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ഇർഷാദ് കോണിക്കൽ സ്വാഗതം ആശംസിച്ചു. നിർമ്മാണ കമ്മിറ്റി ആക്ടിംഗ് കൺവീനർ കെ എച്ച് ഷെരീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജമാഅത്ത് ഇമാം മുഹമ്മദ് സൽമാൻ ബാഖഫി ആമുഖ പ്രഭാഷണം നടത്തി. ഇമാം കൗൺസിൽ ചെയർമാൻ നൌഫൽ കൗസരി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. വി എച്ച് അലിയാർ മൗലവി, മുഹമ്മദ് ഷെരീഫ് മൗലവി, ഷഹീർ മൗലവി, താഹ മൗലവി, ഇജാസ് മൗലവി, അബ്ദുൾ കബീർ റഷാദി, മുഹമ്മദ് ഹാഷി മൗലവി, നിഷാദ് മൗലവി, മുഹമ്മദ് ഷെരീഫ് റഷാദി, ഹുസൈൻ മൗലവി, കെ ഇ സുബൈർ അൽ കൗസരി, നൌഫൽ മൗലവി, ടി എം സലീം, എം പി ഷൗക്കത്ത് അലി, എ എം ഹാരിത്ത്, പി എച്ച് മുഹമ്മദ്, പി ഇ ഇർഷാദ്, ഇ എസ് അബ്ദുൾ റസാഖ്, പി ഇ ജലീൽ, ഇ എസ് ഇബ്രാഹിം കുഞ്ഞ്, പി എസ് അബ്ദുൾ ജബ്ബാർ, ഇ എസ് ബഷീർ, അഡ്വക്കേറ്റ് സി കെ ജാഫർ, കെ കെ നൌഷാദ്, ഇ പി നൌഷാദ്, എ എം ഫൈസൽ, എം പി മജീദ്, പി കെ മൂസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമളി കണ്ണൂർ KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതായി പരാതി. കുമളിയിൽ നിന്നും കണ്ണൂരിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി എബ്രഹാമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും പരാതിക്കാരനായ എബ്രഹാം പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി എബ്രഹാം കുമളിയിൽ നിന്നും കണ്ണൂരിലേക്കും തിരികെ കണ്ണൂരിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്കും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ മകളും കുടുംബവും കണ്ണൂരിൽ താമസക്കാരായതിനാലാണ് എബ്രഹാം എല്ലാ മാസവും ഒരു തവണ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നത്. സ്ഥിരമായി KSRTCയിൽ യാത്ര ചെയ്യുന്ന തനിക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് എബ്രഹാം പറയുന്നത്. കഴിഞ്ഞ ജനുവരി 28-ാം തീയതി കണ്ണൂരിലേക്കും തിരികെ ജനുവരി 30-ന് വണ്ടിപ്പെരിയാറിലേക്കുമാണ് KSRTC സ്വിഫ്റ്റ് ബസ്സിൽ എബ്രഹാം ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ കണ്ണൂരിലേക്ക് അങ്ങോട്ടുള്ള യാത്രയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് ലഭിച്ചതെന്നാണ് എബ്രഹാമിന്റെ പരാതി. എൻ്റെ മോളും മരുമോനും താമസിക്കുന്നത് കണ്ണൂർ പാപ്പിശ്ശേരി എന്ന സ്ഥലത്താണ്. അവിടേക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ ജനുവരി 23-ാം തീയതി കുമളി കൊന്നക്കാടൊക്കെ സ്വിഫ്റ്റ് ബസ്സിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്തി. കണ്ണൂർ കുമളി 2 സൈഡിലേക്ക് ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തു. ഞാൻ 28-ാം തീയതിയാണ് കണ്ണൂർക്ക് യാത്ര ചെയ്യുന്നത്. തിരിച്ചെനിക്ക് 30-ാം തീയതി കുമളിയിലേക്ക് വരണം. ഈ 23-ാം തീയതി 4-ാം തീയതി മുതൽ ഞാൻ ഡിപ്പോയിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. മെസ്സേജ് വരാതെ ആയ സമയം മുതൽ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു. ഇവർ പറഞ്ഞത് നമുക്ക് മെസ്സേജ് വന്നോളും എന്നാണ് പറഞ്ഞത്. പക്ഷേ 30-ാം തീയതി വരെ മെസ്സേജ് വന്നില്ല. അപ്പോൾ ഞാൻ ആ പ്രയാസത്തിലായി. അങ്ങനെ ഇവർ പറഞ്ഞത് നിങ്ങൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യും, നിങ്ങൾ അയച്ച പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ച് വന്ന സമയത്ത് എനിക്ക് അവിടെ നിന്നും 500 രൂപ ഒരാൾ വായ്പയായിട്ട് തന്ന് ഞാൻ ആ പൈസ കൊണ്ടാണ് വണ്ടിപ്പെരിയാറിലേക്ക് വന്നിറങ്ങിയത്. അതിനുശേഷമാണ് ഗതാഗത വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അവർക്ക് ഞാൻ നല്ല രീതിയിലൊരു പരാതി അയച്ചു. ആ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ 3 പ്രാവശ്യം ഗതാഗത വകുപ്പ് മന്ത്രിയെ വിളിച്ചതാണ്, എടുത്തില്ല. ഞാൻ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ കോടതിയിൽ പോകും, മാധ്യമങ്ങൾക്ക് കൊടുക്കും. ഈ റിപ്പോർട്ട് ഡിപ്പോയിൽ അറിയിച്ചതാണെന്ന് തോന്നുന്നു. എന്നെ 28-ാം തീയതി 2-ാം മാസം 28-ാം തീയതി ഡിപ്പോയിൽ നിന്നും വിളിക്കുകയാണ്. താങ്കൾ ഓൺലൈൻ ബുക്ക് ചെയ്തതാണോ ഡിപ്പോയിൽ വന്നാണോ ചെയ്തത്? ഞാൻ ഓൺലൈൻ ബുക്കിംഗാണ് നടത്തിയത്. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ കംപ്ലയിൻറ്റ് വരും, ഡിപ്പോയിൽ വന്ന് ചെയ്യുവാണെങ്കിൽ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല എന്നാണ് അറിയിപ്പാണ് വിളിച്ചത്. ഇപ്പോൾ എന്നെ പലരും മുഖേനയും സമ്മർദ്ദം ചെലുത്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ആര് പരിഹരിക്കും? ഈ KSRTC സർവീസിൽ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ശമ്പളം വാങ്ങുകയും ജോലി ചെയ്യാതെ ഇരിക്കുന്ന അനാസ്ഥയാണ്. ഈ പ്രസ്ഥാനം നശിപ്പിക്കാൻ തന്നെയാണ് ഈ ഡിപ്പോയിലിരിക്കുന്ന ഏമാന്മാർ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇത് നിർത്തലാക്കണം. എനിക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയോട് പ്രത്യേകമായി പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് മന്ത്രി ഇടപെടണം. കൂലിത്തൊഴിലാളിയായ ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന പണം ഉപയോഗിച്ചായിരുന്നു KSRTC സ്വിഫ്റ്റ് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ തിരികെയുള്ള ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ കണ്ണൂരിൽ നിന്നും വായ്പ മേടിച്ച് തിരികെ യാത്ര ചെയ്യേണ്ട അവസ്ഥയായിരുന്നു തനിക്ക് ഉണ്ടായതെന്നും എബ്രഹാം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ആയില്ലെന്നും എബ്രഹാം പറഞ്ഞു. നിർധനരായവർക്കുള്ള KSRTC യാത്ര ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ദുരനുഭവം നേരിടുകയാണ്. യാത്രക്കാർ കയറാതെ KSRTC നഷ്ടത്തിലാവുന്നുവെന്ന ആരോപണവുമാണ് എബ്രഹാം ഉന്നയിക്കുന്നത്. തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടത്തിനും പരിഹാരം ഉണ്ടാവാത്ത പക്ഷം കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് KSRTC ബസ്സിലെ ഈ സ്ഥിര യാത്രികൻ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.
ബിസിനസ് വാർത്ത. UK മെൻസ് വെയർ ബ്രാൻഡ് തൊടുപുഴയിലും പ്രവർത്തനം തുടങ്ങി. ബംഗളൂർ സിഗ്നൽ ജംഗ്ഷനിൽ UK ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം സാനിയ ഈയപ്പൻ നിർവഹിച്ചു. പുരുഷ സങ്കല്പങ്ങൾക്ക് പ്രൗഢിയേകുന്ന ഒട്ടനവധി ലീഡിംഗ് ബ്രാൻഡുകളുമായിട്ടാണ് UK തൊടുപുഴയിൽ പ്രവർത്തനം തുടങ്ങിയത്. ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഹാർലി ഡേവിസൺ ബൈക്ക് സമ്മാനമായി നൽകി. യൂത്ത് കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റായി കാജ പാമ്പനാറും വൈസ് പ്രസിഡന്റുമാരായി സഹപ്രവർത്തകരും ചുമതലയേറ്റു. പീരുമേട് പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ ഷാരി ബിനുശങ്കർ ഉദ്ഘാടനം ചെയ്തു. 18ാമത്തെ വയസ്സിൽ KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് കാജ പാമ്പനാർ തന്റെ രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് യുവജന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് പീരുമേട് തോട്ടം മേഖലയിൽ നടത്തിവന്നിരുന്ന സമര പോരാട്ടങ്ങളിൽ പങ്കാളിയായി തന്റെ പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയനായി മാറി. തന്റെ ഇത്രയും കാലത്തെ പ്രവർത്തന മികവാണ് ഇത്തവണ നടന്ന യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വ തെരഞ്ഞെടുപ്പിൽ കാജ പാമ്പനാറിനെ യൂത്ത് കോൺഗ്രസ് പീരുമേട് മണ്ഡലത്തിന്റെ അമരക്കാരനായി തെരഞ്ഞെടുത്തത്. യൂത്ത് കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കാജ പാമ്പനാറിന്റെയും വൈസ് പ്രസിഡന്റുമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് പാമ്പനാർ വ്യാപാര ഭവനിൽ വെച്ച് നടന്നത്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CK അനീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാരോഹണ ചടങ്ങിന് യൂത്ത് കോൺഗ്രസ് പീരുമേട് മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് TS കണ്ണൻ സ്വാഗതം ആശംസിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ ഷാരി ബിനു ശങ്കർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള തുടക്കമാണ്. ഇപ്പൊ നിരവധി ആൾക്കാർ എന്തിനു പറയുന്നു, എതിർ പാർട്ടിയിൽ നിൽക്കുന്നവര് അവരുടെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് നിന്നോണ്ട് തന്നെ പറയുക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറി വന്നാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി വരണം, ഞങ്ങളും മടുത്തു, ഞങ്ങളും ഈ ഭരണം മടുത്തിരിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി വരണമെന്നൊരു എയിമോട് കൂടി അവരുടെ പാർട്ടിക്കാർ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താണ്, നമ്മൾ എന്തിനാണ് നമ്മളേറ്റവും ബുദ്ധിമുട്ടുന്നത് ഞാൻ ഓർക്കുന്നത്. നമ്മളൊന്ന് ഇറങ്ങുക മാത്രമേ ഉള്ളൂ, നമ്മുടെ ഭാഗത്തേക്ക് നമുക്കെല്ലാം കിട്ടും. തുടർന്ന് മുൻ പ്രസിഡന്റിൽ നിന്നും ഔദ്യോഗിക രേഖകൾ കൈപ്പറ്റിയ കാജ പാമ്പനാർ യൂത്ത് കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റു. ഒപ്പം വൈസ് പ്രസിഡന്റുമാരായ CS അനൂപ്, സുബീന്ദ്രൻ, C സന്തോഷ് എന്നിവരും ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മൈനോരിറ്റി ജില്ലാ ചെയർമാൻ P നിക്സൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ K ദളിത്, കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് M ശേഖരൻ, INTUC മണ്ഡലം പ്രസിഡന്റ് KN നജീബ്, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C അയ്യപ്പൻ, നേതാക്കളായ PK വിജയൻ, കുര്യൻ മാണാലി, അഖിൽ വണ്ടിപ്പെരിയാർ തുടങ്ങിയവർ സ്ഥാനമേറ്റ മണ്ഡലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും
എഞ്ചിനീയർമാർക്കും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കുടിവെള്ള ഫാക്ടറി തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ഹില്ലി അക്വയുടെ നവീകരിച്ച കവാടത്തിന്റെയും പുതിയതായി ഉൽപാദനം ആരംഭിക്കുന്ന 20 ലിറ്റർ 5 ലിറ്റർ ജാറുകളുടെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. വിവരശേഖരണമല്ല, പട്ടയ നടപടികളാണ് വേണ്ടതെന്ന് അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭ മൂലമറ്റത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 2024 തൊടുപുഴ മുനിസിപ്പൽ തല ഉദ്ഘാടനം നടത്തി. ആശുപത്രി ജീവനക്കാരും ആശാപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പട്ടിണിക്കഞ്ഞി പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.